UDF-ലെ നിർണായക വിവരങ്ങൾ അഭിജിത്ത് ജയൻ നൽകും. അഭിജിത്ത്, ഈ LDF-നെ സംബന്ധിച്ച ഒരു തോൽവിയാണ് അവരുടെ പ്രശ്നമെങ്കിൽ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിജയം തന്നെയാണ്. അതും തൃശ്ശൂരിലെ BJP-യുടെ വിജയം, കെ മുരളീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജയം തന്നെയാണ് അവിടെ വലിയ തലവേദനയായിരിക്കുന്നത്. ഇനിയിപ്പോൾ കെ മുരളീധരനെ ഏതൊക്കെ രീതിയിൽ അന്വയിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്? നീത, തീർച്ചയായും തൃശ്ശൂരിൽ ഏതായാലും കെ മുരളീധരൻ പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏതായാലും പാർട്ടി നേതൃത്വം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വൈകാരിക പ്രതികരണവുമായി വോട്ടെണ്ണൽ ദിനം തന്നെ കെ മുരളീധരൻ രംഗത്ത് വരുന്ന കാഴ്ചയെ നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ഈ അനുനയ നീക്കം അത് ഫലിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അസന്നിഗ്ധമായി വ്യക്തമാക്കാം. അപ്പോഴും എന്ത് ഫോർമുല നൽകിക്കൊണ്ട് ഇത്തരത്തിൽ മുരളീധരനെ അന്വയിപ്പിക്കാനാകുമെന്നതിലാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അല്പസമയം മുമ്പ്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പ്, ഇത്തരത്തിൽ കെ സുധാകരൻ തന്നെ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് വേണ്ടി വന്നാൽ KPC അധ്യക്ഷ സ്ഥാനവും കെ മുരളീധരന് നൽകുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിലൊക്കെ തന്നെയും ഒരു അനുനയ നീക്കം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും അത് നൽകിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ ഇത്തരത്തിൽ ഹാപ്പി ആകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുരംഗത്ത് ഏതായാലും സജീവമായി ഇനി വരും ദിവസങ്ങളിൽ നിൽക്കില്ല എന്നുള്ള കാര്യമായിരുന്നു കെ മുരളീധരൻ പ്രധാനമായും തന്നെ പറയുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും വയനാട് ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലെ സീറ്റ് ഏതായാലും കെ മുരളീധരന് നൽകാനുള്ള സാധ്യതകളും ഏതായാലും മങ്ങിയിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. കാരണം റായ്ബറേലിയിലും ഒപ്പം തന്നെ വയനാട്ടിലും വിജയിച്ച രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിലെ ഈ അംഗത്വം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കെ മുരളീധരനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതിനോട് എത്ര കണ്ട് കെ മുരളീധരൻ അതിന് വഴങ്ങുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഏതായാലും KPCC അധ്യക്ഷ പദവി കിട്ടിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ ഏതായാലും ഹാപ്പിയാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട എന്നുള്ള വിവരം കൂടി നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെയും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടത് കെ മുരളീധരൻ തന്നെയാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ഏതായാലും മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപാറ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.